അതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതെ, അമ്മ പോയിരിക്കട്ടെ, ഒരാഴ്ച ഒരു ഉച്ച വരെ ഇരുന്നിട്ട് പതുക്കെ അമ്മ അങ്ങോട്ട് വീട്ടിലോട്ട് പോരാ. അപ്പോൾ പിന്നെ കുറച്ച് കരഞ്ഞോട്ടെ, കുഴപ്പമില്ല, എന്നാലും വല്ലാണ്ട് കരയിക്കണ്ട, ചെറുതായിട്ടൊക്കെ കരയും, മടിയില്ലാത്ത ആരുമില്ലല്ലോ. കുഞ്ഞോങ്കൊക്കെ പറയുന്നുണ്ട് എനിക്കും പോകണം. ആ പോവാലോ, ഇപ്പോഴും പോയിരിക്കാം. മക്കളുടെ കൂടെ പോയാൽ മതി. ടീച്ചർമാർക്ക് സമ്മതമാണെങ്കിൽ അവിടെ ഇരിക്കുക. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ആര് കൊണ്ടുവന്ന് തരും? എനിക്കും പോകണം എന്നുണ്ട്, പക്ഷെ ഇനി കഴിഞ്ഞു പോയ കാലം ഇനി തിരിച്ചു വരില്ലല്ലോ. മനുഷ്യേട്ടൻ വന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് മായാമിയാന്ന് വിളിക്കുന്നുണ്ട്, സ്നേഹം തരുന്നുണ്ട്. ഹായ് മനുഷ്യേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം? ലൈവിലോട്ട് സ്വാഗതം. സുഖമാണോ? ഫുഡ് കഴിച്ചോ? എവിടെയാണ്? വർക്കിലാണോ? കുഞ്ഞുങ്ങൾക്കൊക്കെ പറയുന്നുണ്ട് ആരോ ഇപ്പോൾ പോകും എന്ന് പറയുന്നുണ്ട്. ആരോ ഇപ്പോൾ പോകും അല്ലേ? ശരിയാണ്. മക്കളില്ലേ? മക്കളെ കൂടെ പോകൂ. കുറച്ച് നേരം എന്നിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് കുറച്ച് ടാസ്ക് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ തരുമ്പോൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നോളൂ. പണ്ടേ നമ്മളൊക്കെ പഠിക്കാൻ മടിയുള്ള കൂട്ടത്തിലല്ലേ. മനുഷ്യരുടെ വന്ന് ചായ കുടിച്ചോ? ചായ കുടിക്കുക. ഞാൻ ചോറ് കൂടെ കഴിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം. ചായയും ചോറും കൂടെ കഴിക്കാൻ. മനുഷ്യരുടെ പറയുന്നുണ്ട് എനിക്ക് സുഖം എന്ന് പറയുന്നുണ്ട്. അതേ, മഴയുണ്ടോ നാട്ടിൽ? മനുഷ്യട്ടൻ വന്നിട്ടുണ്ട്. ഡ്യൂട്ടിയിലാണ് മായ എന്ന് പറയുന്നുണ്ട്. അതെയോ, ഡ്യൂട്ടിയിലാണല്ലേ? ഓക്കെ ഓക്കെ. ഇന്ന് എവിടെയാണ് വർക്ക്? അനന്തസായി, നീ ഇപ്പോൾ അമ്പലത്തിൽ പോകും? അമ്പലത്തിൽ പോയാൽ മാത്രമേ കുറി കിട്ടുള്ളൂ. വീട്ടിലൊന്നും കൊണ്ടുവന്ന് വെക്കില്ലേ നമ്മൾ അമ്പലത്തിൽ പോയാൽ കുറി? എന്താണ് അനന്തസായി ബ്രോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്പലത്തിൽ പോയാൽ നമുക്ക് പ്രസാദം കിട്ടില്ല, അപ്പോൾ ആ ചന്ദനം തൊടും. ഈ സമയത്ത് കുറി തൊടണമെങ്കിൽ അമ്പലത്തിൽ തന്നെ പോകണം എന്നുള്ളത്. മനുഷ്യരുടെ പറഞ്ഞ ഇവിടെ മഴയില്ല, നല്ല വെയിലാണ്. അത് എവിടെ നല്ല വെയിലാണ് കേട്ടോ. ഇവിടെയുള്ള എന്താ പറയുക, വർക്കിന് പോകുന്നവർക്കൊക്കെ ഇപ്പോൾ നല്ല സുഖമായിരിക്കും. കാരണം രാവിലെ അച്ഛനും വർക്കിന് പോയിട്ടുണ്ട് കേട്ടോ. മഴയില്ലാത്തത് കൊണ്ട്, ഇന്നലെ മഴക്കാർ കണ്ടത് കൊണ്ട് അച്ഛൻ പോയില്ല. അനന്തസായി ബ്രോ പറഞ്ഞ ലൈവ് ഞാൻ പൂട്ടിക്കും, കാണണമെന്ന് പറയുന്നുണ്ട്. ഈസ്റ്റ് പറയുന്നുണ്ട്, ഹായ് പറയുന്നുണ്ട്. ഹായ് ഈസ്റ്റ്, എന്തൊക്കെയുണ്ട് വിശേഷം? ലൈവിലോട്ട് സ്വാഗതം. അനന്തസായി, ഞാൻ അങ്ങോട്ട് വന്നിട്ടൊന്നും പറയാൻ നിന്നിട്ടില്ല. ഇങ്ങോട്ട് വന്നിട്ടില്ല ചോദിച്ചത് അല്ലയോ? ഈസ്റ്റ് പറയുന്നുണ്ട്, ഹായ് പറയുന്നുണ്ട്. ഹായ് ഈസ്റ്റ്, എന്തൊക്കെയുണ്ട് വിശേഷം? ലൈവിലോട്ട് സ്വാഗതം. സുഖമാണോ? ഫുഡ് കഴിച്ചോ? കുഞ്ഞാനൊക്കെ പറയുന്നുണ്ട് മക്കളെ അപ്പോൾ ഇരിക്കാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. അതേ, ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് മക്കളെ കൊണ്ട് ഇടാം, അവരെ കൊണ്ട് പഠിപ്പിക്കാം അല്ലേ? ഈസ്റ്റ് പറഞ്ഞ് 14 ലൈക്ക് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. അശ്വൻ പറഞ്ഞു അപ്പോൾ ശരി ചേച്ചി, ടാറ്റ, ടേക്ക് കെയർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, പോയിട്ട് വരൂ കേട്ടോ അശ്വിനെ. ഈസ്റ്റ് പറയുന്നുണ്ട് മായ എന്തുണ്ട് വിശേഷം ചോദിക്കുന്നത്. സുഖമായിട്ടിരിക്കുന്നു ഈസ്റ്റ്, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം? സുഖമാണോ? ഈസ്റ്റ് പറയുന്നുണ്ട്. അശ്വിൻ ഹായ് പറയുന്നുണ്ട് കേട്ടോ. അശ്വിൻ വന്ന് നീലയുള്ളവർ അവനെ എടുത്ത് കളഞ്ഞേക്ക്, പറ്റുമെങ്കിൽ നല്ലതിന് പറഞ്ഞേന്ന് പറയുന്നുണ്ട്. അതെ, ആര് കളയും? ആരും എടുത്ത് കളയില്ല. ഞാൻ പിന്നെ വിചാരിച്ചു അവിടെ നിന്നോട്ടെ, പാവല്ലേന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ. ഈസ്റ്റ് പറയുന്നുണ്ട് എനിക്ക് നോമ്പാണ് ഇന്ന് നടന്നുണ്ട്. അതെയോ? അയ്യോ സോറി, നോമ്പാണോ ചോദിച്ചു, മണ്ടത്തരമായി പോയല്ലോ ഈസ്റ്റേ, സോറി കേട്ടോ. എന്നിട്ട് ഇന്ന് നോമ്പ് തുറയ്ക്കപ്പോൾ ഒത്തിരി സ്പെഷ്യൽസൊക്കെ ഉണ്ടാവും അല്ലേ? നോമ്പ് തുറക്കാനുള്ള സമയമായല്ലോ അല്ലേ? അല്ല, നോമ്പ് തുറക്കാൻ ആയിക്കൊണ്ടിരിക്കുന്നു, സമയമായിട്ടില്ല. നോമ്പിൻ്റെ സമയം ആയി തുടങ്ങിയോ? പക്ഷെ ഞാൻ തന്നെ വേണം, അല്ലാണ്ട് ശരിയാവില്ല, നോക്കാം എന്താവുമെന്ന്. ആഹാ, അവൻ പെട്ടെന്ന് കയറി വന്നിട്ട് എന്നോട് പറയാം ലൈവ് പൂട്ടിക്കുന്നല്ലേ? അങ്ങനെയൊക്കെ കഴിയുമോ? എനിക്കറിയില്ല കേട്ടോ. അല്ല, അവൻ്റെ ചോദ്യം ഭയങ്കര ചിരി വരുന്നത്. കാരണം എന്താ പറയുക, അമ്പലത്തിൽ പോയോ? അമ്പലത്തിൽ പോയാൽ മാത്രം നമുക്ക് കുറിയിടാൻ പാടുന്നുണ്ടോ? എനിക്കറിയില്ല കേട്ടോ.
ഈസ്റ്റ് പറഞ്ഞു ഇത് ഹജ്ജ് പെരുന്നാൾ